മലപ്പുറം നഗരസഭയുടെ പകൽ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സമ്പൂർണ്ണമായി ശീതീകരിച്ച എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ പകൽ വീട്. 2019 ഈ പകൽ വീട് ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആധുനിക രീതിയിലേക്ക് പൂർണ്ണമായും ശീതീകരിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയ പുതിയ പകൽ വീടിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുകയാണ്. നാളെ ET മുഹമ്മദ് ബഷീർ MP ആണ് ഈ പകൽ വീട് സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പകൽ വീടിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇവിടെ വലിയൊരു ഹാളുണ്ട്. ഇവിടെ അവർക്ക് നമ്മുടെ പ്രായമായ ആളുകളൊക്കെ വരുമ്പോൾ അവർക്കിവിടെ പരിപാടികളൊക്കെ നടത്താനും പാട്ടും അതുപോലെ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ നടത്താൻ ഉള്ള ഒരു ചെറിയ ഹാള് പോലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മറ്റു സൗണ്ട് സിസ്റ്റവും മൈക്കും എല്ലാം ഇവിടെ നേരത്തെ തന്നെ സജ്ജമാണ് എന്നുള്ളതാണ്. അപ്പോൾ നഗരസഭാ പരിധിയിൽ എന്ന് മാത്രമല്ല പരിസരത്തുള്ള പഞ്ചായത്തുകളിലുള്ള ആളുകൾക്കൊക്കെ പ്രായമായവർക്കൊക്കെ ഇത്തരത്തിൽ അവരുടെ പകൽ സമയം ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭക്ഷണവും രാവിലെ വരുമ്പം ചായക്കുള്ള സംവിധാനമുണ്ട്, ഭക്ഷണത്തിനുള്ള സംവിധാനമുണ്ട്, വൈകുന്നേരം ചായക്കുള്ള സംവിധാനമുണ്ട്. ഇപ്പം ഇവിടെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്, ഇവിടുത്തെ ആളുകളാണ് അവരൊക്കെ. അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം നമുക്ക്. നമ്മൾ ഇപ്പം പഴയ മാതിരിയല്ല, ഇപ്പോൾ AC ഒക്കെ ആയി, പുതിയ സംവിധാനമൊക്കെ ആയി, എല്ലാ സൗകര്യമായി. അന്നത്തെ മാതിരിയല്ല, അപ്പം എല്ലാം ആയി. വലിയ സന്തോഷമല്ലേ? സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഇവിടെ വരുമ്പോ എല്ലാരും ഇങ്ങനെ? ഞങ്ങൾക്ക് രസമല്ലേ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഞങ്ങൾ കാളിച്ചിട്ടും ചുരിച്ചിട്ടും പാറ്റാടിയിട്ടും ഞങ്ങളെ നേരം അങ്ങനെ പോവും. നേരം കഴിയുമ്പോ ഞങ്ങൾ പോവും ചെയ്യും. വീട്ടിലിരിക്കുന്ന പോലെ അല്ലല്ലേ? ഒരുപാട് വീട്ടിൽ നമ്മൾ ആരോടാ, നമ്മളുടെ ഞങ്ങൾ ഒരേ തിരക്കാരല്ലേ. ഞങ്ങൾക്ക് എല്ലാവരോടും വർത്താനം പറയാ, ഞങ്ങൾക്ക് തമാശ അറിയാ, കളി പറയാ, പാട്ട് പാടാ, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ചെയ്യലാണ്. അങ്ങനെ മുന്നോട്ട് പോണേ. ഈ ഇവിടുന്ന് ടൂറൊക്കെ പോകാറുണ്ടോ? ടൂറൊക്കെ പോകാറുണ്ട് ഞങ്ങള്. എങ്ങോട്ടൊക്കെയാ പോകുന്നത്? ഞങ്ങള് മഞ്ചേരി, പിന്നെ കന്യാകുമാരി, കോഴിക്കോട്, ബസ്സിൽ ഞങ്ങള് പോയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പാലോട് വന്നേ മുതൽക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഭക്ഷണങ്ങളൊക്കെ സുഖമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഭക്ഷിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സ് സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ചെയർമാൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതാണ് വീണ്ടും വരാനുള്ളത്. ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ശരി, എന്നാല് എന്താണ് സന്തോഷമാണ്? ഞങ്ങൾ രാവിലെ വരെ എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഭക്ഷണം വരും, അതായിട്ട് ഞങ്ങൾ പോവും. കഴിച്ചാണ്ട് പിന്നെ കുറെ ഇരിക്കണ്ടേ, അതിനെ കൊല്ലില്ല. ഇവരൊക്കെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടവരാ? അതൊക്കെ എന്റെ കുടുംബക്കാരാണ്. ഒക്കെ അപ്പോൾ കുറേ ആളുകളുണ്ട്. ഇന്നിപ്പം കുറേ ആളുകൾ എത്തിയിട്ടില്ല. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെ ഈ പകൽ വീട്ടിൽ സംവിധാനങ്ങളൊക്കെ കൂടി? ഭയങ്കരമായിട്ടും കൂടി. എല്ലാം കൊണ്ടും നല്ല സൗകര്യം, സുഖമായി. അപ്പോൾ ഇപ്പോൾ ഒരു സങ്കടം വന്നത് ഇപ്പോൾ പോയതുകൊണ്ട് അല്ലാതെ ഒന്നുമില്ല, ഒക്കെ ഉഷാറായി. ഇപ്പൊ സന്തോഷമാണ്. എല്ലാം നന്നായി, നല്ല രീതിയിലായി. ഞങ്ങളെ ചെയർമാൻ്റെ ഇതുകൊണ്ട്. അപ്പം ഇവിടെയൊക്കെ ആളുകളുണ്ട്. എന്താണ് പറയാനുള്ളത്? സന്തോഷം എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമായി. ഇപ്പൊ ചെയർമാൻ പോകുമ്പോ ഞങ്ങൾക്ക് ഇനി വിഷമാണ്. ഞങ്ങൾക്ക് ഇനി ആരെ പറഞ്ഞ് അങ്ങനെ ഒരാളെ കിട്ടുക പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാ സൗകര്യമായി. അപ്പൊ അതുകൊണ്ട് സുഖമാണ്, സന്തോഷമാണല്ലേ? സന്തോഷമായി. എന്താണ് പറയാനുള്ളത്? സന്തോഷമാണോ? സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ചെയർമാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്തതും ചെയർമാൻ ഇവിടെ തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ സന്തോഷം. അതാണ് ഞങ്ങളുടെ മനസ്സ്. ഞങ്ങൾക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കണം. ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തന്നു. ഞങ്ങൾക്ക് നല്ല ഫുഡ് തരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഏതായാലും ചെയർമാനെ കുറിച്ചാണ് അവർ കൂടുതലായിട്ട് ചെയർമാൻ തന്നെ നമ്മുടെ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അതിനിപ്പം മീഡിയ കൊണ്ടും ശരിയാണോ? വലിയ സന്തോഷത്തിലാണോ അതല്ലേ? നമ്മളെ ഈ വയോജന കേന്ദ്രം ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തതാണ് നഗരസഭ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാർ വീട്ടിൽ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജോലി സ്കൂളൊക്കെ ആയിട്ട് എല്ലാവരും പോവും. ഇവർ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ രോഗികളാകുന്നത്. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ വലിയ പ്രാധാന്യമാണ് പകൽ വീടിന് കൊടുത്തത്. എല്ലാ റൂമുകളും ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹാള്, പിന്നെ ഡോക്ടർമാർക്ക് വേറെ കൺസൾട്ടിങ് റൂം, കിടക്കാൻ കട്ടിലൊക്കെ ഉൾപ്പെടെയുള്ള വിശ്രമമുറി, പിന്നെ പുറത്തൊരു ഹാള്, ഇപ്പോൾ കിച്ചണും സ്റ്റാർട്ട് ചെയ്തു. എല്ലാം അതിൻ്റെ ഏറ്റവും ക്ലാസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയതിൻ്റെ കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാവണം. പിന്നെ
ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളതിനകത്ത് ഒരു കെയർ ഗീവർ ഉണ്ട്. ഇവർ വന്ന് ഇവരുടെ രീതിയിൽ ഒരു ലോകം തന്നെ പാടിയും പറഞ്ഞൊക്കെ ഇരുന്ന് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. കാരണം ഈ മുതിർന്ന ആളുകളെ നമ്മൾ സമൂഹം പരിഗണിക്കാതെ പോയാൽ എല്ലാവർക്കും ഈ അവസ്ഥ വരാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തർക്കും. അപ്പോൾ അവർക്ക് വയസ്സാവുന്നത് വീട്ടുകാർക്കും സ്വന്തത്തിലും തന്നെ പേടിയാണ്, എന്താവും എന്നുള്ളത്. അപ്പം രാവിലെ സമയം ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. ഞങ്ങൾ ഇവരോട് പറയുന്നത് ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് അവരൊക്കെ കൂട്ടി വരണമെന്നാണ്. നിങ്ങൾ വരുമ്പോൾ ആളുകളെ പരിമിതപ്പെടുത്തരുത്, എത്ര ആളുകളുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് അതിൻ്റെ സൗകര്യമൊക്കെ കൊടുക്കാമെന്നാണ്. ഞങ്ങളിപ്പോൾ വയോജന പരിപാടികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ് ടൂറുകളും മറ്റും ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ 3000 ആളുകളുടെ ഒരു ടൂറ് എല്ലാ വയോജനങ്ങൾക്കും, ഈ കേന്ദ്രത്തിൽ വരുന്നവർ മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരെയും. നഗരസഭ പരിധിയിലുള്ള ആളുകൾക്കാണോ ഇങ്ങോട്ട് പെർമിഷൻ? പകൽ വീട് കോൺസെപ്റ്റ് ശരിക്കും അങ്ങനെ പഞ്ചായത്ത് മുനിസിപ്പൽ അടിസ്ഥാനത്തിലില്ല ആക്ച്വലി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ പുറത്ത്, കാരണം ഇത് ഈ പകൽ വീട് നിൽക്കുന്ന ഓൾമോസ്റ്റ് മുനിസിപ്പാലിറ്റിയുടെ ബോർഡറിലാണ്. പുറത്തുള്ള ആളുകൾ വരുന്നതിന് നമുക്ക് സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ചിലവുകളും മറ്റൊക്കെ മുനിസിപ്പാലിറ്റി വഹിക്കുന്നത്, നമുക്ക് അതിനകത്ത് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ആരൊക്കെ വരുന്ന, ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും പുതുതായിട്ട് തയ്യാറാണെങ്കിൽ അവരെ കൂട്ടി വരണം. ഇനി എല്ലാ ദിവസവും കഴിയാത്തവരാണെങ്കിൽ വരുന്ന അത്ര സമയം വരട്ടെ, മണിക്കൂറാണെങ്കിൽ മണിക്കൂർ വരട്ടെ. കുറച്ച് സമയം അവരിവിടെ വന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി ഒരു സംതൃപ്തിയോടുകൂടി ഇവരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടത് ഇന്നലെയാണ്, ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടത്. അതിൻ്റെ ഒരു ദുഃഖാവസ്ഥയിലാണ്. ശരിക്കും ഇവരുടെ ഒരു മുഖവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. പ്രസന്നമായി എല്ലാവരും നല്ലൊരു ആ മുഖഭാവം കണ്ടാൽ തന്നെ പ്രായമായവരിൽ വരുന്നൊരു സംഗതി, ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഡിപ്രഷൻ, ഒറ്റപ്പെടൽ, ആ കാര്യങ്ങൾ നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഞങ്ങളൊരു ഷെൽട്ടർ ഹോം വേറൊന്നുകൂടി അന്തിമ ഘട്ടത്തിലാണ്. 140 വരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് താമസം ഉൾപ്പെടെ, ഇവിടെ താമസമില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെയാണ്. ഇനിയിപ്പോൾ താമസമുള്ള ഷെൽട്ടർ ഹോം അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി നടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഷെൽട്ടർ ഹോം ഈ വരും ദിവസങ്ങളിൽ അതും തുറന്നു കൊടുക്കാൻ പോവാണ്. ഈ AC സംവിധാനമൊക്കെ ഇവർക്ക് വേണ്ടി എല്ലാ AC കളും ഞാൻ കെയർ ഗീവറോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുള്ളെങ്കിലും AC ഇടണം, ഒരാളുള്ളെങ്കിലും AC ഇടണം. നമുക്ക് അവർ വരുന്നതോടുകൂടി ഫാനും AC ഇതൊക്കെ അവരുടെ ഇപ്പോൾ ഈ മൈക്ക് സൗണ്ട് സിസ്റ്റം ഇവർ പാടും. ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ ഏർപ്പെടുത്തിയത് ഇവർ ജീവിതത്തിൽ മൈക്ക് തൊട്ട് നോക്കാൻ പോലും അവസരം കിട്ടാത്ത പോയ ആളുകളായിരിക്കും പഴയ തലമുറയിൽപ്പെട്ട. മൈക്കൊക്കെ എടുത്ത് ഇവരെന്നെ പാടുക. അപ്പോൾ ഈ നമ്മളാരെങ്കിലും ഇല്ലാതെ അവരുടെ ഒരു ലോകമാകുമ്പോൾ അവർ സ്വമേധയാ പാട്ടും കാര്യം അവരുടെ ഒരു ലോകമാണ്. ശരിക്കും നമ്മൾ വർക്കിംഗ് ദിവസത്തിലൊക്കെ വന്നാൽ നമുക്ക് വലിയ മനസ്സ് നിറയുന്ന ഒരു സ്ഥലമാണ് പകൽ വീട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു മൈക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ സമയങ്ങളിൽ പാട്ട് പാടാനും ഇവിടെ 2 ബോക്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ ഇവിടെ വരും, ഇവരെ പരിശോധിക്കും, വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, ചികിത്സ നൽകും എന്നുള്ളതാണ്. ഇവിടെ ഇത് കൺസൾട്ടിംഗ് റൂമാണ്. ഡോക്ടർക്ക് പരിശോധിക്കാനും അവിടെ വന്ന് അവർക്ക് ഡോക്ടറെ കാണാനൊക്കെ ഡോക്ടർക്ക് ഇരിക്കാനുള്ള ഒരു റൂമായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനകത്തും AC സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനത്തോടും കൂടിയാണ് മുതിർന്ന പൗരന്മാരെ നഗരസഭ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഇത് വിശ്രമ മുറിയാണ്. ഇവിടെ കട്ടിലുകളുണ്ട്, ഇതിൽ ഇനി ബെഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ AC സംവിധാനങ്ങളോട് കൂടി ഇവിടെ വന്ന് എന്തെങ്കിലും വിശ്രമിക്കേണ്ടവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കാം, വിശ്രമിക്കാം. അങ്ങനെ മൊത്തത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയർ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം നഗരസഭ ഈ പകൽ വീട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ സമപ്രായക്കാരായ ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പകൽ വീട്ടിൽ വളരെ സുഖമായി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഈ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രായമാകുമ്പോൾ ഒറ്റപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് ഈ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെടേണ്ട ആവശ്യമില്ല. നഗരസഭാ പരിധിയിലുള്ളവർക്കും സമീപ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാം. ഈ പ്രായമായ ആളുകൾ അവർക്ക് ഇവിടെ വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുകയാണ്. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. ഇപ്പം ഈ പകൽ വീടിൻ്റെ ചാർജുള്ള സൽമാൻ ഫാരിസ്, ഇത് അദ്ദേഹമാണ് ഇവിടെ ഉണ്ടാവുക. അദ്ദേഹം നമ്മോടൊപ്പം ശരിയാണ്. ഇത് എത്ര മണിക്ക് നമ്മൾ രാവിലെ 10 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ചുറ്റുപാടുള്ള അമ്മമാരൊക്കെ ഇവിടെ 10 മണിയാകുമ്പോൾ വരും. എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു 2-3 ആകുമ്പോൾ പോകുന്ന രൂപത്തിലാണ് പ്ലാന്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ചെറുതുണ്ട്, ചെറുത് നമുക്ക് മലയിൽ ഗ്രൂപ്പിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വരും, ചോറും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചായയും കാട്ടി ഇതൊക്കെ കിച്ചണൊക്കെ പണി കഴിഞ്ഞ് ഇനി ചായയും കാട്ടി രാവിലത്തൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ് ഇതിൽ. ഭക്ഷണം കഴിക്കാനുള്ളത്, കൈ വാഷ് ചെയ്യാനുള്ളത്, കിച്ചണും കാര്യങ്ങളും ഉള്ളിലുണ്ട്. ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ അടുക്കള ഇവിടെയാണ്. ഇനി മുതൽ ഇവിടെ തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൻ്റെ ഏതായാലും അത്ര